നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. രാജ്യം മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പിന് കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. ഇക്കുറിയും ചില മണ്ഡലങ്ങളിൽ വനിതാ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ 7 പതിറ്റാണ്ടിനിടെ കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്കുള്ള വനിതാ പ്രാതിനിധ്യം വിരലിൽ എണ്ണാവുന്നത് മാത്രമാണ്. ഇതുവരെ കേരളത്തിൽ നിന്ന് MP പദവി അലങ്കരിച്ചത് 9 വനിതകൾ മാത്രമാണ്. 17 പൊതു തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പിലുമായി ആകെ 300ഓളം പേർ ലോക്സഭയിൽ എത്തിയതിലാണ് വനിതകൾ വിരലിലെണ്ണാവുന്ന സംഖ്യയിൽ ഒതുങ്ങിയത്. കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ MP എന്ന് വിശേഷിപ്പിക്കുന്ന ആനി മസ്ക്രീൻ ആണെങ്കിൽ കേരള പിറവിക്ക് മുമ്പുള്ള 1951-52 തെരഞ്ഞെടുപ്പിലെ തിരുവിതാംകൂറിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. സുശീല ഗോപാലൻ, ഭാർഗവി തങ്കപ്പൻ, സാവിത്രി ലക്ഷ്മണൻ, MK പ്രേമജം, അഡ്വക്കേറ്റ് P സതീദേവി, PK ശ്രീമതി, രമ്യ ഹരിദാസ് എന്നിവരാണ് ഐക്യ കേരളം രൂപം കൊണ്ട ശേഷം സഭയിലെത്തിയ വനിതകൾ. ആനി മസ്ക്രീൻ മുതൽ രമ്യ വരെ. കേരള പിറവിക്ക് മുൻപ് 1951-52 തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആദ്യ ലോക്സഭയിലേക്കാണ് ആനി മസ്ക്രീൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. ആ സഭയിലാകെ 10 വനിതകളാണ് ഉണ്ടായിരുന്നത്. 1948-52 കാലഘട്ടത്തിൽ തിരുക്കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗമായും പറവൂർ TK നാരായണപിള്ളയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലെ അംഗമായും അവർ പ്രവർത്തിച്ചു. പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന സുശീല ഗോപാലൻ 1967 അമ്പലപ്പുഴ, 1980 ആലപ്പുഴ, 1991 ചിറയൻകീഴ് എന്നിവിടങ്ങളിൽ നിന്നാണ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. അമ്പലപ്പുഴയിൽ നിന്ന് ജയിച്ച് നിയമസഭയിലെത്തിയ ഇവർ 1996 EK നായനാർ മന്ത്രിസഭയിൽ വ്യവസായ വകുപ്പ് മന്ത്രിയാവുകയും ചെയ്തു. ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവായിരുന്ന AK ഗോപാലന്റെ ഭാര്യയുമാണ് ഇദ്ദേഹം. കേരളത്തിൽ നിന്നുള്ള ആദ്യ ദളിത് വനിതാ MP ആയ ഭാർഗവി തങ്കപ്പൻ 1971 അടൂരിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം നൽകിയ മുന്നണിയിൽ CPI ടിക്കറ്റിലാണ് ജയിച്ചത്. ലോക്സഭയിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയെന്ന റെക്കോർഡും ഇവർക്കുണ്ടായിരുന്നു. പലതവണ കിളിമാനൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഭാർഗവി 8ാം കേരള നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറായും പ്രവർത്തിച്ചു. കോൺഗ്രസ് നേതാവായിരുന്ന സാവിത്രി ലക്ഷ്മണൻ 1989-91 തെരഞ്ഞെടുപ്പിൽ മുക്തപുരം മണ്ഡലത്തിൽ നിന്നാണ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 1996-ലും 2001-ലും ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിൽ എത്തുകയും ചെയ്തു. പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയ അവർ സാഹിത്യ മേഖലയിലും പ്രവർത്തിച്ചു. ഇരിങ്ങാലിക്കുട സെന്റ് ജോസഫ് കോളേജിലെ അധ്യാപികയായിരുന്നു. CPIM സ്ഥാനാർത്ഥിയായി 1998-ലെയും 99-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് MK പ്രേമചന്ദ് ജയിച്ചത്. ഓൾ ഇന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സെൻട്രൽ കമ്മിറ്റി അംഗമായിരുന്നു. 1995-ലും 2010-ലും കോഴിക്കോട് കോർപ്പറേഷൻ മേയറായും കോളേജ് അധ്യാപികയായിരുന്ന പ്രേമജം പ്രവർത്തിച്ചു. വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് 2004-ലെ തെരഞ്ഞെടുപ്പിൽ CPIM ടിക്കറ്റിൽ 1 ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിന്റെ റെക്കോർഡിലാണ് P സതീദേവി തെരഞ്ഞെടുക്കപ്പെട്ടത്. മാവേലിക്കര മണ്ഡലത്തിൽ നിന്ന് 2004-ൽ CPM സ്ഥാനാർത്ഥിയായാണ് CS സുജാത ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചു. 2011-ൽ ചെങ്ങന്നൂരിൽ നിന്ന് നിയമസഭയിലേക്കും മത്സരിച്ചു. കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് 2014-ൽ CPIM ടിക്കറ്റിലാണ് PK ശ്രീമതി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 2006-ലെ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായിരുന്നു. ആലത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് രമ്യ ഹരിദാസ് 2019-ൽ ലോക്സഭയിലേക്ക് UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ടിക്കറ്റിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇത്തവണയും ആലത്തൂരിൽ രമ്യ മത്സരിക്കുന്നുണ്ട്. നേരത്തെ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു.